ഓ എന്തൊരു മഴയല്ലേ, മഴ പെയ്ത് മണ്ണൊക്കെ പോയി ഇതാ കപ്പ മേലോട്ട് വന്ന് എന്നും പറിക്കണം വിചാരിച്ചു. അയ്യോ അതിൻ്റെ കൊമ്പാര പൊട്ടിച്ചെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അതാ ഈ പപ്പായൻ്റെ മരം അതിൻ്റെ മേലെ വീണതാട്ടോ. അതെല്ലാം കൂടി മഴ അധികമായതുകൊണ്ട് ചീഞ്ഞു പോയതാ പപ്പായൻ്റെ മുരട് കണ്ടോ. അപ്പം എന്തായാലും വേണ്ടി നമ്മൾ പറിക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് വെച്ച് ഒരു അടിപൊളി റെസിപ്പി ഇന്ന് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കപ്പേൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. കപ്പയിൽ ധാരാളം അന്നജമുണ്ട് കേട്ടോ. ഇതൊരു എനർജി ഫുഡാണ്. കപ്പയിൽ കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, ദെൻ പൊട്ടാസ്യം, കാൽസ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ആരോഗ്യത്തിന് ഗുണമുള്ള സാധനം. പക്ഷേ ഇതിലൊരു കട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ കട്ട് എന്ന് പറയും. ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തു ഉണ്ട് ഇതിൽ. അത് ചില കപ്പയിൽ കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നമുക്ക്. അപ്പം എന്നിട്ട് നല്ലോണം കഴുകണം കേട്ടോ. ഒരു 5-6 വെള്ളത്തിൽ കഴുകിയെടുക്കണം, പൂല് പൊളിച്ച്. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യട്ടെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആ ട്യൂബ് മാത്രം വേണ്ട, അതാണ്ട് ഒഴിവാക്കണം. നാര് നല്ലോണം കുറേ കഴുകിയതാട്ടോ. ഇനി ഇത് നമുക്ക് തിളപ്പിച്ച് ഊറ്റണം. നമ്മളിത് ഒരു കുറേ വെള്ളത്തിൽ, അതായത് കപ്പേൻ്റെ മേലെ വെള്ളം വേണം കേട്ടോ. തിളപ്പിച്ച് നല്ലോണം വെള്ളം ഒന്ന് ചൂടായിട്ട് തിളച്ചിട്ട് അതിലേക്ക് ഇട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് കപ്പയും ഇതും കൂടി ഒരുമിച്ച് വെക്കരുത്. പിന്നെ അതിലേക്ക് ഇതാ നമുക്കൊരു നാളികേരപ്പാലും കൂടി എടുക്കണം. അപ്പം ഞാൻ നാളികേരം ചിരകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ആദ്യം ഒരു 250 വെള്ളം ഒഴിച്ച് അത് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് ആ ചണ്ടിയിൽ പിന്നെയും വെള്ളം ഒഴിച്ച് എടുക്കണം നമുക്ക്. അപ്പം ഞാൻ അപ്പുറത്ത് പാല് പകുതി എടുത്തു കിട്ടും. അപ്പോഴത്തേക്ക് ഇതാ വെള്ളം തിളച്ചു. എന്നാൽ പിന്നെ നമ്മൾ കപ്പ ഇതിലിടാം, എന്നാൽ ഇതവിടെ കിടന്ന് വേവും ചെയ്യും. നമ്മളെ പാലെടുക്കുന്ന ബാക്കി പണി നമുക്ക് ചെയ്യാമല്ലോ, സമയം വേസ്റ്റ് ആവില്ലല്ലോ. അപ്പം ഞാൻ കപ്പ എല്ലയിലിട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ അന്നജമുണ്ട്, പിന്നെ ഇതിലെന്തെല്ലാം ഉള്ളത് അറിയോ? പൊട്ടാസ്യം, കാൽസ്യം, അയൺ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പോയ്സണസ് അത് ഹൈഡ്രജൻ സയനൈഡ് പോകണമെങ്കിൽ നമ്മൾ നല്ലോണം തിളപ്പിച്ച് ഊറ്റണം കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയാലും ഇതിന്ന് 90% പോവുള്ളൂ കേട്ടോ. ബാക്കിയുള്ള 10% പോകണമെങ്കിൽ നമ്മൾ ഇറച്ചി, മീൻ, പയർവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയും കൂടെ അടിച്ച് നല്ലോണം പിഴിഞ്ഞെടുത്ത് ഏകദേശം ഇതാ 1 ലിറ്റർ പോലെ ഞാൻ എടുത്തു വെച്ചു. പിന്നെ അത് ഒരു 6 ചെറിയുള്ളി ചെറുങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കണേ. പിന്നെ അതാ 1 വെള്ളുള്ളി, 3 പച്ചമുളകും, ഒരു 10-12 ചെറിയുള്ളിയും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അത് അപ്പോഴത്തേക്ക് നമ്മളെ കപ്പയും തിളച്ച് കേട്ടോ. ഇനി നോക്കാം, നമുക്കിത് ഏകദേശം വേവ് പിടിച്ചാലേ നമ്മളിതിൽ ഉപ്പിടേണ്ടതുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഉപ്പിട്ട് വെക്കരുത്, ചിലപ്പോൾ ഇത് കല്ലിച്ച് പോകുമോ. ആദ്യം ഉപ്പിട്ടാൽ ചിലപ്പം ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ട് കുറച്ച് ഉപ്പിടേണ്ട ഭാഗമായി. അപ്പം ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. എല്ലാവരും നമ്മളെ കണക്കിനിട്ടോളൂ കേട്ടോ. കാരണം ഇത് വെള്ളത്തിലാണ് ഇടുന്നത്, ആ വെള്ളം പോകും, അത് എന്തായാലും പോകാനുള്ളത്. അപ്പോൾ അത് കണക്കാക്കി ഉപ്പിടുക. എന്നിട്ടിതാ നമുക്കിത് ഇപ്പം ചെയ്യുന്ന റെസിപ്പിക്ക്, അതായത് നമ്മുടെ പാൽക്കപ്പ, അതിന് നമുക്കിത് ഒരു 80% കപ്പ വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മളിനി ഒന്നും കൂടി ഇത് വേവിക്കും, അത് വേറെ പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്തൊഴിവാക്കുക. ഇതാ ഈ വെള്ളത്തിലാണ് 90% ഹൈഡ്രജൻ സയനൈഡ്, അതായത് നമ്മളെ മലയാളത്തിലെ കട്ട് ഇതാ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ചെറിയുള്ളിയും വെള്ളുള്ളിയും പച്ചമുളകും മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. ഇപ്പം നമ്മുടെ കപ്പ വെള്ളം എല്ലാം വാർന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതായത് ഒരു വിശാലമായ പാത്രം തന്നെ എടുക്കുക. ഞാനിതാ സ്റ്റീലിൻ്റെ കടായി എടുത്ത് കേട്ടോ. കപ്പ അതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ചതുക്കി വെച്ച നമ്മുടെ ഇഞ്ചിയല്ല, അയ്യോ എപ്പോഴും ഇഞ്ചിയേ വരുള്ളൂ, പച്ചമുളകും വെള്ളുള്ളിയും ചുവന്നുള്ളിയും കേട്ടോ, അത് അതിലിട്ട് കൊടുക്കുക. പിന്നെ അതാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ചാൽ മതി. പിന്നെ അതൊരു തളയൊക്കെ വന്ന് ഇതാവുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. എന്താ പറയുക, കപ്പ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. ഈ കപ്പ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല കപ്പയാണ്. നിങ്ങൾ ഉടയാത്ത കപ്പയാണെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് സ്പൂൺ കൊണ്ട് ഉടച്ച് കൊടുക്കണം. അതാണ് ഈ റെസിപ്പിക്ക് അങ്ങനെയാണ് വേണ്ടത്. കുറച്ച് കപ്പ ഉടഞ്ഞ് കിടക്കണം. ഇപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്, അതായത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്റ്റവ് മീഡിയത്തിലാക്കി, അല്ലെങ്കിൽ എന്താ പറയുക അടി പിടിക്കും. എന്നിട്ട് എന്താ കുറച്ചുകൂടി ഉപ്പിട്ടെടുത്തിന് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവേനു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഒരു തള പോലെ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യുക. അത്രേ വേവേണ്ടുള്ളൂ. കാരണം കപ്പ ആദ്യം ഒരു 80% വെന്തല്ലേ.
പിന്നെ പാലിൽ കിടന്ന് വെന്തു. ഇനി നമ്മൾ സ്റ്റവ് ഓഫാക്കി. ഇനി ഇതിനൊരു വറവും കഴിക്കണം മക്കളെ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് ഞാനൊരു ചെറിയൊരു എന്താ പറയുക, നമ്മളെ വറവ് കടുവറ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1.5 ടീസ്പൂൺ കടുക് ഇട്ട്. അപ്പോൾ ഇനി ഇത് കടുകൊന്ന് പൊട്ടുമ്പം അതിലേക്ക് ഇതാ നമ്മൾ ചെറുങ്ങനെ വട്ടത്തിന് അരിഞ്ഞു വെച്ച നമ്മളെ ചുവന്നുള്ളി ഇല്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചുവന്നുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 കാശ്മീരി ചില്ലി മുറിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് ഇടുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ ചൂടായ വെളിച്ചെണ്ണ കിടന്നതാവട്ടെ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മളിതെടുത്ത് നമ്മളിതാ റെഡിയാക്കി വെച്ച പാൽക്കപ്പയിൽ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ മക്കളെ, എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ്! നിങ്ങളിതാ കപ്പ കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, ഈ നല്ല ആരോഗ്യ ഗുണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനർജി ഫുഡാണ്. കപ്പ കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാവും. നമ്മളെ പൂർവികരെല്ലാം ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നല്ല ആരോഗ്യവാന്മാരായത്. പക്ഷേ അവർ കപ്പ കഴിച്ച് വെറുതെ ഇരിക്കുകയല്ല കേട്ടോ, അവർ നല്ലോണം അധ്വാനിക്കും. ഇപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇലയിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ, മത്സ്യം, മാംസ്യം, പയർവർഗ്ഗങ്ങൾ കൂട്ടിക്കഴിച്ചാൽ ബാക്കിയുള്ള 10% ഹൈഡ്രജൻ സയനൈഡ് ന്യൂട്രലൈസായി പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.